നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്നെ വിളിച്ചിരുന്നു, ഷമീറെ ഞാൻ രാഷ്ട്രീയം നിർത്തി, ഇനി എത്രയും പെട്ടെന്ന് ഫാമിലി ആയിട്ട് ദുബായിൽ എവിടെയും പോയി നല്ല സമാധാനത്തിലൂടെ ജീവിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു 4 ബെഡ്റൂം വീട് വേണമെന്ന് പറഞ്ഞു. ആൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ 30 ലക്ഷം രൂപ ഞാൻ ഇപ്പോൾ തരാം, ബാക്കി വരുന്ന എമൗണ്ട് ഞാൻ 3 വർഷം കൊണ്ട് അടക്കാന്ന് പറഞ്ഞു. സ്പെഷ്യലായിട്ട് ആൾ ഡിസ്കൗണ്ട് ചോദിച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെ ആളുടെ റിക്വയർമെൻറ്റ് മെയിനായിട്ട് ഒരു ഗ്രീനറി കമ്മ്യൂണിറ്റി വേണം, അവിടെ സ്കൂൾ വേണം, ഹോസ്പിറ്റൽ വേണം, മോൾ വേണം. ഇതായിരുന്നു നല്ല മെയിൻ റിക്വയർമെൻറ്റ്. ഈ റിക്വയർമെൻറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു വീട് എടുത്തു കൊടുത്തത്. അതെന്താ, ഇവിടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന 800 ഏക്കർ കമ്മ്യൂണിറ്റിയിൽ 50% ഗ്രീനറിയും 50% ഓപ്പൺ സ്പേസുമാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ്സും വരുന്നുണ്ട്, ടൗൺ ഹൗസസും വരുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ 20 കിലോമീറ്റർ വരുന്ന സൈക്ലിംഗ് ആൻഡ് ജോഗിംഗ് ട്രാക്ക് വരുന്നുണ്ട്, 2 ഇന്റർനാഷണൽ സ്കൂൾസ് വരുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ഒരു മോൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ 8 മോസ്ക് വരുന്നുണ്ട്. മാത്രമല്ല സ്വിമ്മബിൾ ആൻഡ് കയാക്കിംഗ് ആയിട്ടുള്ള 6 കിലോമീറ്റർ വരുന്ന ലെഗൂൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഒരു ടൗൺ ഹൗസസോ വില്ലാസോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4% ആണ് നമുക്ക് DLD വേവർ വരുന്നത്. അതായത് ഡെവലപ്പർ സൈഡിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടുള്ള 4% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റോ ഒരു ടൗൺ ഹൗസസോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്തോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു യൂണിറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം.